നമസ്കാരം, ഞാൻ അമ്മു ഓസിയപ്പച്ചൻ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സസൈസ് ത്രോ യുവർ ഹാൻഡ്സ് എന്നുള്ളതാണ്. നമ്മളുടെ കൈയുടെ മസിൽസ് ഒക്കെ ഒന്ന് ഫ്രീ ആക്കാനായിട്ട് ഉള്ള ഒരു എക്സസൈസ് ആണ്. ഇതും നിങ്ങൾക്ക് ഇരിക്കുന്നിടത്ത് തന്നെ ചെയ്യാം. ഇപ്പൊ നമ്മൾ നിന്ന് ചെയ്യുന്നത് കൊണ്ട് ഒന്നല്ലെങ്കിൽ കാല് ചേർത്ത് വെക്കാം, ഇല്ലെങ്കിൽ കാല് ഗ്യാപ്പ് ഇട്ട് വെക്കാം. ഇപ്പൊ ഞാൻ കാല് ഗ്യാപ്പ് ഇട്ട് വെച്ചേണു, കൈ വീണ്ടും ഇങ്ങനെ ചുരുട്ടി പിടിച്ചേണു. ഈ കൈ മുൻപിലേക്ക് വെറുതെ എറിയുക, അത്രേ ഉള്ളൂ. സിമ്പിൾ, വളരെ സിമ്പിൾ ആണിത്. വെറുതെ ഇങ്ങനെ എറിയുക. അത് എറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ ഇങ്ങനെ താഴേക്കായി പോകരുത്. എല്ലാം തന്നെ നമ്മളിങ്ങനെ കൈയുടെ റിസ്റ്റ് ഇങ്ങനെ നിവർത്തി പിടിച്ച് എല്ലാ ഫിംഗേഴ്സിലേക്കും ഒരു എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പോരാത്തിന് കൈ ഫുൾ സ്ട്രെച്ച് ആണ്. വെറുതെ നമ്മളിങ്ങനെ എറിയുവല്ലേ, വെറുതെ ഇങ്ങനെ ഒട്ടും ബലമില്ലാതെ എറിയുക, കൈ വെറുതെ എറിയുക. ഇത്രയേ നമ്മളിന്ന് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ എക്സസൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തക്ക ദി മി തക്ക ജോ നു തക്ക ദി മി തക്ക തദ്ദി ഗിന്നത്തോ ത. ഇതൊരു സൈഡ് ആംഗിളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സൈഡ് നിന്നേണു, കൈതേ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൈയുടെ റിസ്റ്റ് താഴെ പോവാതെ കൈയുടെ റിസ്റ്റ് ഓപ്പൺ ചെയ്ത് കൈ ഫുൾ സ്ട്രെച്ചില് ഷോൾഡർ ലെവലിന്റെ നേരെ കൈ ഇങ്ങനെ. അല്ലാതെ നിങ്ങൾ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഒരു ബലമൊന്നും കൊടുക്കണ്ട. വെറുതെ കൈ ഇങ്ങനെ നേരെ ഇങ്ങനെ മാത്രമാണ് നമ്മൾ കൈ എറിഞ്ഞത്. അപ്പോ ഈ പറഞ്ഞതുപോലെയാണ്. വളരെ കൂളായിട്ട് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇത്ര വലിയ എക്സസൈസ് ആണോന്ന്. ആണ്, ഉറപ്പായിട്ടും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഓരോന്നും ഓരോരോ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുകയും പിന്നെ ഇങ്ങനെ കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന മസിൽസിനെ ഫ്രീ ആക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒത്തിരിയേറെ മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തുന്ന എക്സസൈസുകൾ തന്നെയാണ്. സോ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ വരയ്ക്കും ആംഗിൾ റൊട്ടേഷൻ ടു നമ്മൾ എത്തി നിൽക്കുന്നത് ത്രോ യുവർ ഹാൻഡ്സ് വരെ എത്തിക്കഴിഞ്ഞു. ഇതൊരു ചെയിൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യൂ. ഉറപ്പായിട്ടും വ്യത്യാസങ്ങൾ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളിൽ. സോ അടുത്ത എക്സസൈസ് ആയിട്ട് കാണും വരയ്ക്കും നന്ദി, നമസ്കാരം.